മലയാള സിനിമയുടെ ഹാസ്യ ചക്രവർത്തിയായിട്ടുള്ള ജഗതി ശ്രീകുമാറിൻ്റെ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള ജഗതി ശ്രീകുമാറിൻ്റെ പഴയ വീട്. അദ്ദേഹം ജനിച്ചത് ഈ ജഗതിയിലുള്ള ഈ ഒരു വീട്ടിലാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരുപാട് വീടുകളൊക്കെ ആയത്. തിരുവനന്തപുരത്ത് വേറെയും വീടുണ്ട്, പേയാട്. തിരുവനന്തപുരത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. അതിലെ ഏറ്റവും മികച്ച ഒരു കലാകാരൻ എന്ന് പറയാൻ വേണമെങ്കിൽ ജഗതി ശ്രീകുമാറിനെ നമുക്ക് പറ്റും. ഹാസ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ച് മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ളൊരു വലിയ സംഭവം ആക്കി മാറ്റിയ ഒരു മികച്ച കലാകാരനാണ് ജഗതി ശ്രീകുമാർ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട് കാണാം. ഞാനങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ജഗതിയിലാണ്. ജഗതി എന്ന് പറയുന്ന പേരിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന സ്വന്തം ശ്രീകുമാർ, അതായത് ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ജഗതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം ജനിച്ച സ്വന്തം നാട് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ ഞാൻ ആ വീട്, പഴയ വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജഗതി ശ്രീകുമാർ ജനിച്ച വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണം. ഇവിടെ ജഗതി NK ആചാരി എന്നൊരു ബോർഡുണ്ടെന്ന് പറഞ്ഞു. ആ ബോർഡ് നോക്കിയിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ വരുന്നത്. ഈ ജഗതി NK ആചാരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ ബോർഡിനിപ്പോൾ എവിടെയാണ് ഇരിക്കുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ജഗതി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ ട്രിവാൻഡ്രത്ത് വളരെ അടുത്ത് കിടക്കുന്നൊരു ഭാഗമാണ്. വഴുതക്കാട് എന്ന ജഗതി. കാട്ടാക്കട ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജഗതി എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ബസ് കിട്ടും. കുറച്ച് നടന്ന് പോകാനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട്. മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. അതിനെക്കൊണ്ട് വലിയ വിഷയമില്ല. നമുക്ക് ബസ്സിലൊക്കെ വേണമെങ്കിൽ വന്നിറങ്ങി ആ ഒരു വീട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ഇവിടെ ജഗതിയിൽ വരുമ്പോൾ ജഗതി ശ്രീകുമാർ മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളെ MG ശ്രീകുമാറുണ്ട് കേട്ടോ. പുള്ളിയുടെ വീടും ഇവിടെയാണെന്നാണ് പറയുന്നത്, കുടുംബ വീടൊക്കെ. അപ്പോൾ അതിനെ കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ജഗതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം കഴിഞ്ഞാൽ വീണ്ടും ബോർഡ് നടക്കുവാണ്. ഇനി കുറച്ചുകൂടെ നടന്ന് പോകാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജഗതിയുടെ വീടിരിക്കുന്ന കറക്റ്റ് പ്രോപ്പർ ജംഗ്ഷനൊന്നുമല്ല, കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും കുറേ പോകാണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര അടുത്തല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബോർഡ് തിരക്കി നടക്കുവാണ്. അങ്ങനെ മുന്നോട്ട് നടന്നു വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു തന്ന ആ ഒരു ബോർഡ് കിട്ടി. ജഗതി NK ആചാരി ലൈൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടോ. അപ്പോൾ ഇതിനകത്തോട്ടാണ് കയറിപ്പോലെ. അങ്ങോട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കാണാനായിട്ട് പോകുന്ന ജഗതി ശ്രീകുമാറിൻ്റെ ആ പഴയ വീടാണ്. ജഗതി ശ്രീകുമാർ സിനിമയിലേക്ക് പോകുന്നതും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി 6-7 കൊല്ലം അലഞ്ഞ് തിരിഞ്ഞ് നടന്നതും പിന്നീട് സിനിമയൊക്കെ റെഡിയായി തിരിച്ചു വന്നതുമായിട്ടുള്ള വീടാണ് അദ്ദേഹം ജനിച്ച ആ പഴയ വീട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീടുള്ളത് പേയാടാണ്. പക്ഷേ നമ്മൾ പേയാട് പോയി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഈ വീടുകളൊന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇത് വളരെ പാരമ്പര്യമുള്ളൊരു പഴയ മോഡൽ വീടാണല്ലോ. അപ്പോൾ ഈ റോഡ് വഴി ഞാൻ അകത്തോട്ട് കയറുവാണേ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ വീട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഴിയിൽ ആരെങ്കിലും കൊണ്ടുപോയി ചോദിക്കാം. അപ്പോൾ നമ്മളിനി കാണാനായിട്ട് പോകുന്ന ജഗതി ശ്രീകുമാർ ആ ജനിച്ച വീട്, അദ്ദേഹത്തിൻ്റെ ആ പഴയ വീട്. സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ അദ്ദേഹം കോളേജ് സമയത്തൊക്കെ വന്നു പോയിരുന്ന ആ ഒരു വീട് കാണാൻ പലർക്കും താല്പര്യം ഉണ്ടാവും. ഇവിടെ കുറേ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഞാനിപ്പോൾ നടന്നു വന്നപ്പോഴേ ഒരു ബംഗാളി ബയ്യെ കിട്ടി. അവർക്ക് പോലും അറിയാം കേട്ടോ ഈ വീട് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അത് പുള്ളി പറയാം, ഇവിടെ ഒരു പഴയ ഒരു നടൻ്റെ വീടുണ്ട്, ആരാന്നറിയില്ല, വേണമെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയോളൂ. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അതായിരിക്കുമല്ലോ. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം. ഇവിടെ ഇതിനകത്ത് കയറുമ്പോഴൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളിരിക്കുന്നതിനെ കൊണ്ട് പല സൈഡിലോട്ടും റോഡുകൾ കട്ട് ചെയ്ത് പോയിരിക്കുക. അപ്പോൾ കറക്റ്റ് ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ നമ്മൾ ജഗതി ശ്രീകുമാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ട് പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജഗതി ശ്രീകുമാറിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ബോർഡോ പേരോ ഒന്നും കാണുന്നില്ല, ആകെ ലൈൻ നമ്പർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അദ്ദേഹം ഇവിടെ താമസമൊന്നുമില്ല, ഇത് ഹോസ്റ്റലായിട്ടോ എന്തോ വർക്ക് ചെയ്യുകയാണ്. ഈ വീടിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ പഴക്കമൊന്നും തോന്നത്തില്ല, കാരണം ആ ഒരു ലുക്കിലാണ് വീട് ഇരിക്കുന്നത്. പക്ഷേ ഇതൊരു 60-70 കൊല്ലം പഴക്കം വരുമെന്നാണ് തോന്നുന്നത്. കാരണം ജഗതി ശ്രീകുമാറിൻ്റെ ഫാദർ വെച്ച വീടാണ്. പിന്നെ കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻസ് ചെയ്തേക്കൊണ്ട് എങ്ങനെ നിൽക്കുന്നത് കേട്ടോ.
എന്തായാലും ഇത് ജഗതി ശ്രീകുമാർ വെച്ച വീടല്ല. അദ്ദേഹം വെച്ച വീട് പിന്നെ പേയാടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ജഗതി ശ്രീകുമാർ തന്നെ വെച്ചതായിരിക്കുമെന്ന്. അല്ല എന്നിവിടെ തിരക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ മേലെ എന്നാണ് പറഞ്ഞേക്കാം. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ഭയങ്കര ഒരു വീടാണ്. ജഗതി ചേട്ടൻ ഈ വീടൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് സിനിമയിലോട്ടൊക്കെ പറഞ്ഞ് 6-7 കൊല്ലം മദ്രാസിൽ പോയി കിടന്ന് കറങ്ങിയത്. എന്നിട്ടാണ് ഫിലിമിലൊരു ചെറിയൊരു കച്ചിത്തിരിമ്പ് പിടിച്ചിട്ട് നാട്ടിലോട്ട് തിരിഞ്ഞു വരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും. അങ്ങനെ കുറേ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ സിനിമയിലെത്തിയത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സിനിമയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, അത്രയ്ക്കും സാമ്പത്തിക ചുറ്റുപാടുള്ള ആളായിരുന്നു. എന്നിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം മോഹിച്ചു ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ കിടന്ന് അലഞ്ഞു മദ്രാസിൽ കിടന്ന് പൈപ്പുള്ളവ കുടിച്ച് കൂട്ടുകാരുടെ റൂമിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് അലഞ്ഞിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിൽ നമ്മളിന്ന് കാണുന്ന വലിയൊരു ജഗതി ശ്രീകുമാറായി മാറിയത്. നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ തമാശ കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ പലരും മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമിൻ്റെ അഡിക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കോമഡി തമാശകളെന്ന് പറഞ്ഞാൽ ഇനി വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. തമാശ എന്ന് പറയുമ്പോൾ ജഗതി ശ്രീകുമാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നേരത്തെ ഈ വീടെല്ലാം ഒറ്റ ഇതായിരുന്നു കേട്ടോ. നമ്മളീ കാണുന്നത് സഹോദരിയുടെ വീടാണെങ്കിലും ഇതെല്ലാം ഒറ്റ കോമ്പൗണ്ടിനകത്ത് നിന്നിരുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ കെട്ടി തിരിച്ചത്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന പേയാടുള്ളൊരു വീട്ടിലാണ്. ആ ഒരു വീട് ഞാൻ മുമ്പൊരു വീഡിയോയിൽ, 1 കൊല്ലം മുമ്പേ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ലാലേട്ടൻ്റെ വീടും ജഗതി ശ്രീകുമാറിൻ്റെ വീടൊക്കെ ഞാൻ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ ഇല്ലെങ്കിലും സജീവ സാന്നിധ്യമാണ്. ജഗതിയെ കാണാത്ത ഒരു ദിവസം പോലും മലയാളികൾക്ക് ഉണ്ടാവത്തില്ല. കാരണം കോമഡി ചാനലുകളിൽ മൊത്തം ജഗതിയുടെ പേരിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശ വരാത്ത യൂട്യൂബ് ചാനലും ഉണ്ടാവത്തില്ല. അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും കാണത്തില്ല മലയാളികൾക്ക്. അപ്പോൾ അത്രയും വേണ്ടപ്പെട്ട ഒരു നടനാണ് ജഗതി ശ്രീകുമാർ. ഇപ്പോൾ ഈ വീട് ലേഡീസ് ഹോസ്റ്റലായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവർ എടുക്കാൻ പെർമിഷനൊക്കെ തന്നു, വിഷയമൊന്നുമില്ല. അപ്പോൾ അതിനെക്കൊണ്ട് ലേഡീസ് ഹോസ്റ്റലാണോ അങ്ങനെ എന്തോ ഹോസ്റ്റൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം അത്രയും വലിയൊരു വീടായതുകൊണ്ട് ചിലപ്പോൾ ഇത് ഹോസ്റ്റലായിരിക്കാം. അപ്പോൾ അതിനെക്കൊണ്ട് ഇതിനകത്തോട്ട് കയറുന്നില്ല. ജസ്റ്റ് പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളീ മുന്നിലായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടാണ്. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് കാണുന്നത് ജഗതി ചേട്ടൻ്റെ വീടും. അപ്പോൾ ഈ 2 വീടുകളും നേരത്തെ ഒരേ കോമ്പൗണ്ടിനകത്ത് ഒരേ ലെവലിൽ ഇരുന്നതാണ്.